മോനെ, അച്ഛന് മറ്റൊരു കുടുംബമുണ്ട്. അതിൽ 2 മക്കളുണ്ട്. ശരിക്കും ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു വിവാഹം കഴിക്കുന്നത് കുറ്റകരമാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. BNS 82 പ്രകാരം ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് കുറ്റകരമാണ്. 2 ഉപവകുപ്പുകളെ പറ്റി നമുക്ക് നോക്കാം. 82ന്റെ 1 പ്രകാരം തൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്ണർ ജീവിച്ചിരിക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്ന, അതായത് മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന് തൻ്റെ എക്സിസ്റ്റിംഗ് പാർട്ട്ണറോട് ഷെയർ ചെയ്യാത്ത ഒരാൾക്ക് 7 വർഷത്തോളം ആകാവുന്ന കാലത്തിലേക്ക് 2 തരത്തിൽപ്പെട്ട തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും നൽകി ശിക്ഷിക്കപ്പെടുന്നു. ഇനി 2ാം ഉപവകുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ടെന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ട് 2ാമത്തെ പങ്കാളിയെ വിവാഹം കഴിക്കുന്ന ആൾക്ക് 10 വർഷത്തോളം ആകാവുന്ന കാലത്തിലേക്ക് 2 തരത്തിൽപ്പെട്ട തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും നൽകി ശിക്ഷിക്കപ്പെടുന്നു. ഇനി 2 ഒഴിവാക്കലുകളും ഈ കേസിലുണ്ട്. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വിവാഹമോചനം എന്ന ആ ഒരു പ്രൊസീജിയർ പൂർണ്ണമായും കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നിയമപരമായിട്ട് ഡിവോഴ്സ്ഡ് ആയതിനു ശേഷമാണ് വിവാഹം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിയമപരമായി വാലിഡ് ആണ്, അവിടെ കുറ്റകരമല്ല. ഇനി 2ാമത്തെ പക്ഷം പങ്കാളിയെ പറ്റി യാതൊരു വിവരവുമുള്ള, ഏകദേശം 7 വർഷത്തോളമായി ഈ പങ്കാളി അബ്സ്കോണ്ടിങ് ആണ്, അങ്ങനെയാണെങ്കിലും നമുക്ക് നിയമപരമായി വിവാഹം കഴിക്കാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക, സുഹൃത്തുക്കളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഫോളോ സൂപ്പർ നോട്ട്സ് ഫോർ മോർ.